CMRL എക്സാലോജി കേസിൽ CMRL ഉടമയുടെ മകൻ ഷിബി കർത്ത ED ഓഫീസിൽ ഹാജരായി. മകൻ ശരണസ് കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. കൊച്ചി ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എപ്പോഴാണ് ഇയാൾ ഹാജരായിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പനേരം മുൻപാണ് CMRL ഉടമ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി കർത്ത ഹാജരായിരിക്കുന്നത്. ഈ കാണുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലാണ് ഇവരെത്തിയിരിക്കുന്നത്. ശശിധരൻ കർത്തയുടെ കുടുംബത്തിലെ 4 പേരെ ഉൾപ്പെടെ 9 പേരെ ചോദ്യം ചെയ്യാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരുന്നത്. ഇതിൽ ശശിധരൻ കർത്തയുടെ മകളായിട്ടുള്ള ഷിബി കർത്തയാണ് ഹാജരായിരിക്കുന്നത്. ഇവരെ അല്പനേരത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരൺ കർത്ത ഇതുവരെയും ഹാജരായിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇയാൾ ഉച്ചയോടുകൂടി ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ടിക്ക് 2,78,00,000 രൂപ CMRL നൽകിയിരുന്നു. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ പണം നൽകിയത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഷിബിഎസ് കർത്ത അടക്കമുള്ള ആളുകൾ പങ്കാളികളായിട്ടുള്ള CMRLന്റെ സഹസ്ഥാപനമായിട്ടുള്ള നിപുണ വഴിയാണ് ഈ പണം കൈമാറിയിരിക്കുന്നത് എക്സാലോജിക്കിന്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളെന്നുള്ള നിലയിലാണ് ഷിബിഎസ് കർത്തയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. ഇവർ അല്പനേരം മുൻപ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ അല്പനേരത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ഈ കേസിൽ ഇനി ശരൺ കർത്തയെയും ശശിധരൻ കർത്തയെയും ഒപ്പം തന്നെ CMRL ഉദ്യോഗസ്ഥരെയും കൂടാതെ വീണ ടിയെയും അടക്കമുള്ള ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വീണ ടിയെ ബുധനാഴ്ചയായിരിക്കും ചോദ്യം ചെയ്യുക. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ CMRL ഉടമ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത്. വീണ ടിയോട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം തനിക്ക് കുറച്ച് ദിവസത്തെ 2 ആഴ്ചത്തെ കൂടി അവധി അനുവദിക്കണമെന്നുള്ളതായിരുന്നു വീണ ടിയുടെ ആവശ്യം. എന്നാൽ ബുധനാഴ്ച ഹാജരാകാനുള്ള അന്ത്യശാസ്ത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ ടിക്ക് നൽകിയിട്ടുള്ളത്. ഇതിനിടയിലാണ് ശശിധരൻ കർത്തയുടെ മകൾ ഷിബി കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. അല്പനേരം മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കൊച്ചിയിലെ ഈ ഓഫീസിലേക്ക് അവർ എത്തുകയായിരുന്നു. ഇനി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ചോദ്യം ചെയ്യുക. ഇവരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉണ്ട്. നേരത്തെ SFIO അടക്കമുള്ള ഏജൻസികൾ കണ്ടെത്തിയ നിരവധി വിവരങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ CMRLന്റെ അടക്കമുള്ള ഏജൻസികൾ നടത്തിയ കുറച്ച് അന്വേഷണത്തിൽ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. അപ്പോൾ അതടക്കം വെച്ചിട്ടാണോ നിലവിൽ ഇവരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുക? മറ്റൊന്ന്, രേഖകളുമൊക്കെ ആയി ഹാജരാകാനാണോ നിലവിൽ പറഞ്ഞിരിക്കുന്നത്? അതുമാത്രവുമല്ല, CMRLന്റെ മുഴുവൻ ഇത്ര കാലമായുള്ള കമ്പനിയുടെ മുഴുവൻ പണമിടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ ഈ അന്വേഷണ വിധേയമായി ഈ പരിധിയിലൊക്കെ ഉൾപ്പെടും, അല്ലേ? തീർച്ചയായിട്ടും ആ പരിധിയിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല, ഈ രേഖകൾ മുഴുവൻ ഹാജരാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ, വീണ ടിക്ക് കൈമാറിയിട്ടുള്ള പണം, എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള പണം, ഈ പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കൈമാറേണ്ടതായി വരും. എന്തായാലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും കടക്കുക. നേരത്തെ SFIOയുടെ അടക്കം രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുക. ഷാമിലി, ശരി. എന്തായാലും CMRL എക്സാലോജി കേസിൽ നിലവിൽ ED അവരുടെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ CMRL ഉടമയുടെ മകൾ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി കർത്ത ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. മകൻ ശരണസ് കർത്ത ഇതുവരെയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇന്ന് ഹാജരാകും എന്നായിരുന്നു നേരത്തെ ലഭ്യമായ റിപ്പോർട്ടുകൾ. കൊച്ചി ED ഓഫീസിലാണ് നിലവിൽ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.